ഹലോ, ലിസ്വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസി. ഇന്ന് നമ്മളിവിടെ തയ്ക്കാൻ പോകുന്ന ഒരു നൈറ്റിയാണ്. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ തുണി നമ്മൾ 4 ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഒന്ന് താഴോട്ടും ഒന്ന് സൈഡിലേക്കും ആയിട്ട് മടക്കി, അങ്ങനെ 4 ആയിട്ട് നമ്മൾ മടക്കിയിട്ടിരിക്കുകയാണ്. മുകളിലത്തെ പാർട്ടിൻ്റെ ഇറക്കം ഒരു 11 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. 10 ഇഞ്ച് ഇറക്കവും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂടി 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പുറത്തെ സൈഡിലും 11 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 2 11 കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിക്കും. അടുത്തതായിട്ട് സൈഡിലേക്ക് ഒരു 12 ഇഞ്ച് നമ്മുടെ വണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 12 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്യാം. കുറച്ച് താഴെ ഒന്നും കൂടെ മാർക്ക് ചെയ്യാം. ഇനി വേണ്ടിയത് ഷോൾഡർ 7.5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ആ 7.5 നമുക്ക് കുറച്ചുകൂടെ താഴെ ഒന്നും കൂടെ അടയാളപ്പെടുത്താം. കൈക്കുഴിക്ക് വേണ്ടി 7.5 നമ്മളിനി താഴോട്ടും അടയാളപ്പെടുത്താം. അത് ഈ സൈഡിലും 7.5 തന്നെ അടയാളപ്പെടുത്താം. എന്നിട്ട് അതൊരു ബോക്സ് പോലെ ആക്കാം. ഇനി ഒരു 1.5 ഇഞ്ച് കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കർവായിട്ട് കൈക്കുഴി വരച്ചെടുക്കാം. ഇനി നമ്മൾ കൈയാണ് അടയാളപ്പെടുത്താനായിട്ട് പോകുന്നത്. കൈക്ക് ഇപ്പോൾ വെട്ടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൈ അടയാളപ്പെടുത്തണം. അല്ലെങ്കിൽ തുണി കുറവായതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. 8.5 കൈയുടെ ഇറക്കം. 7 ഇഞ്ച് കൈ ഇറക്കമാണ് നമ്മൾ വേണ്ടിയത്. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് 8.5. ഇപ്പോഴത്തെ സൈഡിൽ നിന്നും ഒരു 8.5 അടയാളപ്പെടുത്താം. ഇനി വണ്ണം, മുകളിലത്തെ വണ്ണം വേണ്ടിയത് ഒരു 10 ഇഞ്ച് വേണം മതി. ഇപ്പോൾ ഒരു 10 ഇഞ്ച് വണ്ണം. അടിയിൽ കൈയുടെ അടിഭാഗത്ത് മടക്കിയടിക്കുന്ന ഭാഗത്ത് ഒരു 8.5 എടുക്കാം. ഇനി മുകളിൽ നിന്ന് ഒരു ഷേപ്പിന് 4 ഇഞ്ച് ഷേപ്പ് വരുത്തുക. ഇനി മുകളിലത്തെ പാർട്ടും പോയിൻറ്റും കൂടെ ഷേപ്പായിട്ട് കൂട്ടി വയ്പ്പിക്കും. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ 10 ഇഞ്ച് നമ്മൾ വരച്ച ഷേപ്പ് വരുത്തിയിട്ടുണ്ട്. അതും കൈയുടെ അടിഭാഗത്ത് നമ്മൾ 8.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. നമ്മളൊരു 11 താഴോട്ട് ഇറക്കം എടുത്തിട്ടുണ്ട്. അവിടെയും നമുക്കൊരു 12 വണ്ണം എടുക്കണ്ടേ. മുകളിൽ 12 എടുത്ത് താഴെയും 12 എടുക്കണം. എന്നിട്ട് ആ 12 തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. അതാണ് നമ്മുടെ മുകളിലത്തെ പാർട്ട്. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. ഇനി അടിയിലത്തെ പാർട്ടാണ് നമുക്ക് വേണ്ടത്. അടിയിലത്തെ പാർട്ട് നേരെ തന്നെ വെട്ടിയെടുത്താൽ മതി. ഇനി സെൻറ്റർ അടയാളപ്പെടുത്താം. മുകളിലത്തെ പാർട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത് 4 ആയിട്ട് മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് 2 ആക്കണം, ബാക്കും ഫ്രണ്ടുമായിട്ട്. അത് മുകൾ ഭാഗത്ത് മടക്കാൻ വരുന്നത്. അത് അതിലൂടെ നമുക്ക് മുറിച്ചെടുക്കാം. ബാക്ക് പീസിൻ്റെ കഴുത്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിൽ സൈഡിലേക്ക് 3 ഇഞ്ച്, സൈഡിലേക്ക് 3 ഇഞ്ചും താഴേക്കും 3 ഇഞ്ച്. ഇനി ഒരു കർവായിട്ട് അങ്ങോട്ട് വരച്ചെടുക്കും. ഇനി ഫ്രണ്ട് പീസിൻ്റെ കഴുത്താണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട് പീസിന് നമ്മൾ വേറൊരു പീസ് ലൈനിങ് വെക്കുന്ന പോലെ, ചുരിദാറിനൊക്കെ ലൈനിങ് വെക്കുന്ന പോലെ ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് വെച്ചിട്ട് അതുപോലെ തന്നെ വെട്ടിയെടുത്താണ്. അതേലാണ് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുന്നത്. അതിന് കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച്, താഴേക്ക് ഒരു 5.5. 5.5 താഴേക്ക് 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യും. 5.5 അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്തു നിന്ന് നമുക്കൊരു 3 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇനി 5.5 നിന്ന് നമ്മൾ സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് ഒന്നും കൂടെ മാർക്ക് ചെയ്യാം. 5.5 ഒരു 1/2 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് താഴെ നമ്മളൊരു മാർക്ക് ചെയ്തിട്ടില്ലേ 1 ഇഞ്ച് താഴെയോട്ട്, അതിലേക്ക് അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കാം.
ഇതിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഒരു ഷേപ്പ് വേറെ ഒരു ഷേപ്പ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കഴുത്തിന് വേറൊരു ഷേപ്പ് കൊടുക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ബോക്സ് പോലെ അവിടെ ആക്കിയിട്ട് കഴുത്ത് വരച്ചെടുക്കാം. ഇനി അത് മറ്റേ വശത്തും കൂടെ അതുപോലെ മാർക്ക് വരുത്തണം. തിരിച്ചു മടക്കിയാൽ മതി. ഇനി നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് അപ്പുറത്തെ വശത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് മറ്റേ സൈഡിലും കൂടെ വരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അപ്പുറത്തെ വശത്ത് അതിൻ്റെ മാർക്ക് വീണിട്ടുണ്ട്. ആ മാർക്ക് ഒന്നും കൂടെ തെളിച്ച് വേണം വരയ്ക്കാം. വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ക്കുകയാണ് വേണ്ടിയത്. ആദ്യം തന്നെ ഫ്രണ്ട് പീസ് നമുക്ക് തയ്ക്കാം. ഫ്രണ്ടിലത്തെ നല്ല വശത്തേക്ക് അടിയിൽ ഇപ്പം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പീസ് എടുത്ത് വെക്കുക. ഇനി ആ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ അടിച്ചെടുക്കണം. ആ തയ്ച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഇനി മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വളവുള്ള സ്ഥലത്തൂടെ ഒരു കട്ട് കൊടുക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്ത് ഒന്ന് അടിക്കണം. ഇനി വേണ്ടിയത് നമുക്കതിൻ്റെ പിന്നെ ഒരു പൈപ്പിംഗ് പോലെ ഒരു ലേസ് പോലെ ഒരു പീസ് കൊടുക്കുകയാണ് അതിന് ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതിന് നമ്മളൊരു ഒന്ന് മാർക്ക് ചെയ്യാമെങ്കിൽ എളുപ്പം കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് 1.5 പിന്നെ അടുത്ത് ഒരു 1.5 കൂടെ അങ്ങനെ അതിൽ വരച്ച് കൊടുത്തിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ പൈപ്പിംഗ് വെക്കുന്നത്. അവിടെയും താഴേന്ന് ഒരു 1.5 അതും തമ്മിലുള്ള വ്യത്യാസം ഒരു 1.5 അങ്ങനെ 1.5 ആയിട്ട് ഇട്ടിട്ടാണ് നമ്മളവിടെ ഒരു മാർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പൈപ്പിംഗ് പോലെ വെക്കാനും വേണ്ടിയിട്ട് അത് ക്രോസ് പീസൊന്നും വേണ്ട, നേരെയുള്ള പീസ് മതി. ഒരു പീസ് വെട്ടിയെടുത്ത് ഒരു 1.25 ഇഞ്ചൊക്കെ വീതിയിൽ തുണി വെട്ടിയെടുത്തിട്ട് അത് നമ്മൾ 2ആയിട്ട് മടക്കാം. 2ആയിട്ട് മടക്കിയിട്ട് ആ വരച്ചിരിക്കുന്നതിലൂടെ അതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചു കൊടുക്കാം. ആ തയ്ച്ചു കൊടുക്കുന്ന ഒരു ചെറിയ തുമ്പിട്ട് ഒരു 1/4 ഇഞ്ച് തുമ്പിട്ടിട്ട് നമുക്കങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ടിങ്ങനെ മുകളിലേക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടെ അടിക്കുക. നമ്മൾ ഫ്രണ്ടിൽ പീസിൻ്റെ കഴുത്തൊക്കെ പൈപ്പിങ്ങൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ കഴുത്താണ് തയ്ക്കേണ്ടത്. ബാക്ക് പീസിൻ്റെ പീസ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ക്രോസ് ആയിട്ടുള്ള കഷ്ണം, ക്രോസ് പീസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കുറവായതുകൊണ്ട് ചെറിയ കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2ആയിട്ട് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ട് തയ്ച്ച് എടുക്കുക. പിന്നെ മറിച്ച് ഉള്ളിലേക്കും വെച്ച് കൊടുക്കുക. ബാക്കിലെ കഴുത്ത് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കേണ്ടി, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കൂടെ ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കാം. അതുപോലെ കൈ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കൈ നമുക്ക് മടക്കി കൊടുക്കാം. നമുക്ക് 7 ഇഞ്ച് ആണ് നമുക്ക് കൈയുടെ ഇറക്കം വേണ്ടിയത്. അപ്പം 7 എന്നുള്ളിടത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലത്തെ തുമ്പുവാണല്ലോ, അപ്പോൾ 7.5 ഇട്ടിട്ട് ബാക്കി നമുക്ക് മടക്കിയടിക്കാം. ഷോൾഡർ കൂട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈയും നമ്മൾ മടക്കി അടിച്ചു. ഇനി കൈയുടെ ഫ്രണ്ട് എടുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് ഫേസ് ടു ഫേസ് വെച്ച് അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഒരു 1/2 ഇഞ്ച് വെട്ടിക്കളയാം. ഫ്രണ്ട് എടുത്ത് വെട്ടി ഭാഗത്ത് ഒരു മാർക്ക് കൊടുക്കാം. 2 പീസയിലും മാർക്ക് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഭാഗം ഫ്രണ്ടിലേക്ക് വരത്തക്ക വിധത്തിൽ 2ൻ്റെയും സെൻറ്റർ 2ഉം കൂടെ എന്ന് വെച്ചാൽ ബോഡി പാർട്ടിൻ്റേതും കൈയുടെയും കൂടെ സെൻറ്റർ തമ്മിൽ കൂട്ടി വെച്ചിട്ട് 2 സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വിടാം. അതിന് 2 പ്രാവശ്യം അടിക്കണം. 2 കൈയും അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ കൈ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടിയത് അടിയിലത്തെ പാർട്ടുമായിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടിയത്. അടിയിലത്തെ പാർട്ട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ പാർട്ടിൻ്റെ അത്രയും ഭാഗമാണ് ഇവിടെ അടിയിലത്തേക്ക് മിച്ചമുള്ളത്. ആ മിച്ചമുള്ള അത്രയും ഭാഗം നമുക്ക് ചെറുതായിട്ട് ഞോറിയിട്ട് കൊടുക്കാം.
താഴത്തെ പീസിൻ്റെ 2 ഭാഗവും ഞൊറിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലത്തെ പാർട്ട് അതിലേക്ക് പിടിപ്പിക്കുകയാണ്. രണ്ടും അടിയിലത്തെ പാർട്ട് നല്ല ഭാഗവും മുകളിലത്തെ പാർട്ട് അടിഭാഗമായിട്ടാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2 വശവും നമുക്ക് വെച്ച് പിടിപ്പിക്കാം. നമ്മളിപ്പോൾ കൂട്ടി പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനൊരു വണ്ണം ഒരു 22 ഇഞ്ച് വണ്ണം വേണം. അപ്പം അതിനനുസരിച്ച് 2 സൈഡിലും ഒരേപോലെ വിട്ടിട്ട് വണ്ണം മാർക്ക് ചെയ്യാം. കൈയുടെ വണ്ണം 7 ഇഞ്ച്. കൈയുടെ വണ്ണവും ഉടലിൻ്റെ വണ്ണവും മാത്രമേ നമ്മൾ അളവുള്ളൂ. ബാക്കി അടിയിലോട്ടുള്ളത് നമ്മൾ അധികം വേണ്ട, ചെറുതായിട്ട് തുമ്പിട്ടിട്ട് മാത്രം അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. 2 സൈഡും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇറക്കമാണ് നോക്കേണ്ടത്. നമ്മൾ ആദ്യം ഇറക്കമൊന്നും നോക്കാതെ വെറുതെ അടിച്ചു വിടുക. ഇത് ഇറക്കം നമുക്ക് വേണ്ടിയത് 53 വേണ്ടിയത്. ഇവിടെ നമുക്ക് ഇറക്കം നോക്കുമ്പോൾ ഒരു 55ഓളം ഉണ്ട്, 55 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ഇനി വെട്ടിക്കളയാൻ മാത്രമില്ല, ഇച്ചിരി വീതിയിലങ്ങും മടക്കി അടിച്ചാൽ മതി. ഒന്ന് മടക്കി രണ്ടാമത്തേത് ഇച്ചിരി വീതിയിലങ്ങ് അടിച്ചാൽ കറക്റ്റാണ്. അങ്ങനെ നമ്മുടെ നൈറ്റി തയ്ച്ചു കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു മോഡലാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്.